കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം കൊണ്ട് പ്രതിസന്ധികളെയെല്ലാം നീന്തിക്കടത്ത ഒടുവിൽ സ്വപ്നതുല്യമായ ആ സർക്കാർ ജോലിയും കയ്യെത്തും ദൂരത്ത് എത്തി നിൽക്കുകയായിരുന്നു. എന്നാൽ ആ സന്തോഷം മഞ്ജുവിന് അധികനാൾ അനുഭവിക്കാൻ സാധിച്ചില്ല. ആ സന്തോഷം കുടുംബത്തോടൊപ്പം ആഘോഷിച്ച് തീർക്കുന്നതിന് മുൻപേ തന്നെ വിധി റോഡ് അപകടത്തിന്റെ ക്രൂര രൂപത്തിൽ ആ ജീവൻ തട്ടിയെടുത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെ വർക്കലയിൽ വെച്ചുണ്ടായ ദാരുണമായ വാഹന അപകടത്തിൽ ഇടിഞ്ഞാർ മാടൻ കരിക്കകം ഷാലോം നിവാസിൽ റിബിൻ ജോസിന്റെ ഭാര്യ മഞ്ജു വിട പറഞ്ഞു. 33 വയസ്സായിരുന്നു മഞ്ജുവിന്റെ പ്രായം. മഞ്ജു വിട പറഞ്ഞപ്പോൾ ഇടിഞ്ഞാർ ഗ്രാമം ഒന്നടങ്കം നൊമ്പരത്തിലാവുകയാണ്. എന്തു പറഞ്ഞ് ആരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും അയൽപ്പക്കക്കാരും നിൽക്കുകയാണ്. ആർക്കും ഒരു വാക്കുപോലും സംസാരിക്കാനോ കണ്ണീർ മാത്രം പൊഴിക്കാനുമേ സാധിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. പഠനകാലം മുതൽ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹമായിരുന്നു ഒരു സർക്കാർ ജോലി എന്നത്. കുടുംബത്തിലെ പരാധീനതകൾക്കിടയിലും തളരാതെ പഠിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഡേറ്റ എൻട്രി തസ്തികയിലേക്കുള്ള പരീക്ഷയും അഭിമുഖവും പൂർത്തിയാക്കി. അവസാനഘട്ട ഉത്തരവിനായി കാത്തിരിക്കുകയായിരുന്നു മഞ്ജു. ഇപ്പോൾ ജോലിയിൽ പ്രവേശിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തകൃതിയായി നടക്കുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി മരണം എത്തിയത്. നാട്ടിൽ കുടുംബശ്രീ പ്രവർത്തനങ്ങളിലും സഭയിലെ വിശ്വാസ അധിഷ്ഠിത കൂട്ടായ്മകളിലും എന്നും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു മഞ്ജു. കുടുംബത്തിന്റെ സന്തോഷങ്ങൾക്കായി എപ്പോഴും ഓടി നടന്ന അവർ പ്രാർത്ഥനയിലും ദൈവിക കാര്യങ്ങളിലും ആഴമേറിയ വിശ്വാസം പുലർത്തിപ്പോന്നിരുന്നു. ഭർത്താവ് റിബിൻ ജോസ് പൊതുപ്രവർത്തന രംഗത്ത് സജീവവും കോൺഗ്രസ് പെരിങ്ങമല മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമാണ്. പാളയം കുന്നിൽ വാടകയ്ക്ക് താമസിച്ച് റബ്ബർ ടാപ്പിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. ബുധനാഴ്ച രാത്രി 10:30 ചാവർക്കോട് ജംഗ്ഷന് സമീപമായിരുന്നു ദാരുണമായ ആ അപകടം നടന്നത്. ഭർത്താവിന്റെ കൂട്ടുകാരന്റെ പുതിയ വീട് സന്ദർശിച്ച് പാരിപ്പള്ളിയിലെ കടയിൽ നിന്ന് വീട്ടുസാധനങ്ങളും വാങ്ങി പാളയം കുന്നിലേക്ക് മടങ്ങുകയായിരുന്നു മഞ്ജുവും കുടുംബവും. എന്നാൽ അമിത വേഗത്തിൽ പാഞ്ഞെത്തിയ ഒരു കാർ ഇവരുടെ ബൈക്കിന് പിന്നാലെ അതിശക്തമായി ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മഞ്ജുവിനെ ഉടൻ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെയോടെ ജീവൻ വെടിഞ്ഞു. ബൈക്ക് ഓടിച്ചിരുന്ന ഭർത്താവ് റിബിൻ ജോസിനും മക്കളായ ആരോൺ, ആരാധ്യ എന്നിവർക്കും അപകടത്തിൽ പരിക്കേറ്റു. ആരോണിന് 11 വയസ്സും ആരാധ്യയ്ക്ക് 6 വയസ്സുമായിരുന്നു പ്രായം. അച്ഛൻ റിബിന്റെ നട്ടലിന് പരിക്കേൽക്കുകയും മകൾ ആരാധ്യയുടെ കയ്യിൽ പൊട്ടലേൽക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കൃത്യമായ വാർത്തയിൽ തന്നെ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.